അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള തക്കാളിക്കറി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതല്ലെങ്കിൽ നമ്മളിതിന് വേറൊരു പേരാണ് മീനില്ലാത്ത മീൻകറി. ഞാനിത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് 3 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സവാളയുടെ പകുതി പോർഷനാണ്. അതുപോലെ തന്നെ 4 ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ വെളുത്തുള്ളി ഇടുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ നമുക്കതിലോട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മാത്രം എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണോളം ഉപ്പ് പിന്നെ നമുക്ക് നോക്കിയിട്ട് അവസാനം ചേർക്കാം. ഒരുപാട് ഉപ്പ് ആദ്യം ഇടരുത്. പിന്നെ ഒരു അല്പം ഷുഗർ. ഈ ഷുഗർ ഓപ്ഷനിലാണ്. ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ താല്പര്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം മാത്രം കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ കുടംപുളി ഇടുമ്പോഴാണ് ആ എന്താ പറയുക മീൻകറി പോലൊരു ടേസ്റ്റ് വരിക കേട്ടോ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി കൈ വെച്ചിട്ടൊന്ന് ഞരടി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നന്നായി കുക്കായതിനു ശേഷം അവസാനം മാത്രം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി കുക്കാവട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തന്നെ തന്നെ ഇത് ഓഫ് ചെയ്യും, പിന്നെ തിളപ്പിക്കില്ല കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര തിക്കായിട്ടുള്ള തേങ്ങാപ്പാലൊന്നുമല്ല, എന്നാലും ഒരുപാട് ലൂസും അല്ലാത്ത മീഡിയം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ ഇതിൽ അധികം വെള്ളം പാടില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നോക്കുമ്പോൾ നല്ല ലൂസായിട്ട് തോന്നും, പക്ഷെ ഇങ്ങനെ ഇത് കുറച്ച് കഴിയുമ്പോൾ, അതായത് ഇതിന്റെ ചൂട് കുറയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. ഈ സമയത്ത് ഇതിന്റെ രുചി നോക്കാൻ മറക്കരുത്. അതായത് ഉപ്പും പുളിയും എരിവൊക്കെ നോക്കുക. കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അടുപ്പ് മാറ്റി വെക്കട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് ഉള്ളി താളിച്ച് ചേർക്കണം. താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തീ ഓൺ ചെയ്ത് കൊടുക്കാം. അതിലൊരു 6 ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഗോൾഡ് കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയുള്ളി ഇങ്ങനെ ഗോൾഡ് കളർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി കരിയരുത് കേട്ടോ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മീൻ കറിക്ക് തുല്യമായിട്ടുള്ളൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കറിയാണ് നമ്മുടെ തക്കാളിക്കറി. മിക്സ് ചെയ്യാം, അടച്ചു വെക്കാം കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സൂപ്പർ ഈസി പീസി ആയിട്ടുള്ള തക്കാളിക്കറി അഥവാ മീനില്ലാത്ത മീൻകറി. അപ്പം അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.